ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. +2 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് +2 റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും. കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചതാണ്. മെയ് 9 ഉച്ചയോടുകൂടിയിട്ട് +2 ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥികളുടെ +2 റിസൾട്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുക? നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് പരിശോധിക്കാം. ഗവൺമെന്റിന്റെ വിവിധ വെബ്സൈറ്റുകൾ ലഭ്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്കൊക്കെ കൺഫ്യൂഷനാണ്. ഏത് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, ഏതൊക്കെ വെബ്സൈറ്റുകളാണ് ഔദ്യോഗികമായിട്ടുള്ളത്, ഏതൊക്കെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലാണ് നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കുക, സ്കൂൾ റിസൾട്ട് നമുക്ക് ഏത് വെബ്സൈറ്റ് വഴി ലഭിക്കുമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റുകൾ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? റിസൾട്ട് പരിശോധിക്കേണ്ടത്. സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് അതേ വെബ്സൈറ്റ് വഴി തന്നെ സ്കൂൾ കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? റിസൾട്ട് പരിശോധിക്കേണ്ടത്. അപ്പോൾ സ്കൂൾ കോഡ് ചിലപ്പോൾ നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ കാണാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ സ്കൂൾ കോഡിലൊക്കെ നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ കോഡൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് സ്കൂൾ കോഡ് ലഭിക്കും. ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കൂളിൻ്റെ റിസൾട്ടും പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, 9 പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ വാർത്താ സമ്മേളനത്തിൽ ആദ്യം അറിയിക്കും വിജയശതമാനവും, അതേപോലെ തന്നെ ഏതൊക്കെ ജില്ലയിലാണ് കൂടുതൽ വിജയിച്ചതെന്നൊക്കെ കാര്യങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ അതിനുശേഷമായിരിക്കും വെബ്സൈറ്റിൽ നമുക്ക് റിസൾട്ട് ലഭ്യമായിട്ട് കിട്ടുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം സെർവറിൻ്റെ പ്രശ്നവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല വിദ്യാർത്ഥികളും ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ ഒരു 1/2-3/4 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് ശേഷം സെയിം വെബ്സൈറ്റ് വഴി ട്രൈ ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, ഒരേ സമയത്ത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ ഒരേ സമയം ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത്രത്തോളം ട്രാഫിക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈറ്റ് ഡൗൺ ആവും. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് റിസൾട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ പേഴ്സൻറ്റേജ് ആണ് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയം. എനിക്ക് ഇത്ര ഗ്രേഡാണ് ലഭിച്ചത്, എങ്ങനെ ഈ പേഴ്സൻറ്റേജ് നോക്കാം? കൺഫ്യൂഷൻ വേണ്ട. അത് വ്യക്തമായിട്ട് എങ്ങനെ നോക്കാമെന്നുള്ളത് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റിസൾട്ട് പരിശോധിക്കാം. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് വഴി അറിയിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്കും ഞാൻ കൊടുക്കാം. സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വീഡിയോ കാണാം. ബൈ.